ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എവിടെ? കഴിഞ്ഞ രണ്ടാഴ്ചയായി പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ചൈന നിരീക്ഷകരുടെയും ചോദ്യമാണിത്. പൊതു ഇടങ്ങളിൽ നിന്ന് ഷീ ജിൻപിങ് അപ്രത്യക്ഷനായതോടെയാണ് ചോദ്യം ശക്തമായത്. അധികാരത്തിന്റെ അവസാന വാക്കായ ഷീ ജിൻപിങ്ങിന്റെ പ്രതാപകാലം കഴിഞ്ഞോ എന്ന ചോദ്യം ശക്തമാകുന്നതിനിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധികാര വടംവലി എന്ന സൂചനകളും പുറത്തുവരുന്നു. ഷീക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഇതിനു മുൻപും പൊതു ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടുള്ള ഷീ ജിൻപിങ് അധികാരശക്തി കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ ഒളിവ് ജീവിതം എന്ന വാദവും പ്രചരിക്കുന്നു. തുടർച്ചയായ മൂന്നാം വട്ടവും ചൈനീസ് പ്രസിഡന്റ് പദത്തിൽ എത്തിയതോടെ ഷീ ജിൻപിങ് തലമുറകളുടെ നേതാവായി അവരോധിക്കപ്പെടുകയായിരുന്നു. വിരമിക്കുകയോ പുറത്താക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നതുവരെ ഷീ ജിൻപിങ് തന്നെയായിരിക്കും ചൈനയുടെ എന്നത്തേക്കുമുള്ള രാജ്യത്തിന്റെ പരമാധികാരി. 2022 പാർട്ടി കോൺഗ്രസിലെ വാഴ്ത്തുപാട്ടിലാണ് ചെറിയ രാജാവ് എന്നുകൂടി വിശേഷണമുള്ള ഷീ ജിൻപിങ്ങിന്റെ കാൽക്കീഴിൽ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും വന്നുചേർന്നത്. മാവോ സെ തൂങ്ങിന് ശേഷം ചൈന കണ്ട ഏറ്റവും ശക്തനായ പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൈനീസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. രണ്ടാഴ്ചയായി പൊതുയിടങ്ങളിൽ ഷീ ജിൻപിങ് പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. ഷീയുടെ നില പരുങ്ങലിലാണോ എന്ന് സംശയിക്കത്തക്ക വിധമുള്ള റിപ്പോർട്ടുകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഷീക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഷീയുടെ അസാന്നിധ്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അധികാര മാറ്റത്തിൽ നാന്ദിയാണോ എന്ന് സംശയിക്കുന്ന വിദേശകാര്യ വിദഗ്ധരുമുണ്ട്. ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഉൾപ്പെടെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പരിപാടികളിലൊന്നും ഷീ ജിൻപിങ് പങ്കെടുക്കാതെ വിട്ടുനിന്നത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. ഇതിനിടെ മുൻ പ്രസിഡന്റ് ഹു ജിൻടാവയോട് കൂറുള്ള വിഭാഗം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിടിമുറുക്കുന്നതായും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ പറയുന്നു. ഹു ജിൻഡോവയെ പെട്ടെന്നൊന്നും ലോകം മറക്കില്ല. 2022 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ഷീ ജിൻപിങ്ങിന് സമീപമായിരുന്ന ഹു ജിൻഡോവയെ വേദിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന നടുക്കുന്ന ദൃശ്യം ലോകം മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ തത്സമയം കണ്ടതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹു ജിൻഡോവയെ പിടിച്ചിറക്കുന്നതിനെതിരെ കമ എന്നൊരക്ഷരം ഷീ ജിൻപിങ് പറഞ്ഞില്ല. അന്ന് നിരാശയോടെ വേദിയിൽ നിന്നും പുറത്തിറങ്ങിയ 79-കാരനായ ഹു ജിൻടാവോ ഇന്ന് പാർട്ടിയിൽ കരുത്തരൊന്നുമല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഷീയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതാണ് ഷീയുടെ അഭാവത്തിനു കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹു ജിൻടാവോയുടെ പിന്തുണയോടെ പരിഷ്കാരത്തിന്റെയും പ്രായോഗികതയുടെയും വക്താവും ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസിന്റെ ചെയർമാനുമായിരുന്ന വാങ് യാങ് ഷീ ജിൻപിങ്ങിന്റെ പകരക്കാരനാകുമെന്ന തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ മെയ് പകുതി മുതൽ ജൂൺ തുടക്കം വരെ ചൈന സന്ദർശിച്ച വിദേശ നേതാക്കളുടെ മുന്നിൽ ഷീ ജിൻപിങ് എത്തിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഏറ്റവും ഒടുവിൽ ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ ചൈന സന്ദർശിച്ചപ്പോൾ ഷീ ജിൻപിങ് അദ്ദേഹത്തെ കണ്ടിരുന്നുവെങ്കിലും ക്ഷീണിതനായിരുന്നു. പരിവാരങ്ങളും പതിവ് പ്രൗഢികളൊന്നുമില്ലാതെ ഒരു വീട് പോലെ തോന്നിച്ച സ്ഥലത്ത് വെച്ചാണ് ബെലാറൂസ് പ്രസിഡന്റുമായി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തിയതെന്നും പറയപ്പെടുന്നു. മാത്രവുമല്ല, ഷീയുടെ സുരക്ഷാ സംഘത്തിന്റെ അംഗസംഖ്യ പകുതിയായി കുറച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാർട്ടിക്കുള്ളിലെ അധികാര വടംവലിയാണ് ഷീ ജിൻപിങ് മറഞ്ഞു നിൽക്കുന്നതിന് പിന്നിലെന്ന് ചൈനീസ് നിരീക്ഷകർ പറയുന്നു. ഷീയുടെ അസാന്നിധ്യം വിദേശ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. മാവോയുടെ ശവകുടീരത്തെക്കാൾ വലുതൊരെണ്ണം സ്വന്തം പിതാവിന്റെ പേരിൽ ഷീ ജിൻപിങ് പണിതിരുന്നു. ഈ ശവകുടീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് കഴിഞ്ഞ മാസം നീക്കം ചെയ്തത് ഷീ ജിൻപിങ്ങിനെ അശക്തനാക്കുന്നു എന്നതിന്റെ തെളിവായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ മുൻ വൈസ് പ്രസിഡന്റും മാവോ സെ തൂങ്ങിനൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടിയ ഷീ ഷോങ്ഷുവിന്റെ മകനാണ് ഷീ ജിൻപിങ്. ചൈനീസ് സൈന്യമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പ്രസിഡന്റ് ഷിയോട് കൂറു പുലർത്തിയിരുന്ന ജനറൽമാരിൽ മിക്കവരും പുറത്താക്കപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും എന്നാണ് മറ്റൊരു നിഗമനം. അല്ലെങ്കിൽ ഷീയെപ്പോലെ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളും സേനാ ജനറൽമാരും എന്തുകൊണ്ട് പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. സൈന്യത്തിലെ ഉന്നതർക്കെതിരെയുള്ള നടപടിയിൽ സേനയ്ക്കുള്ളിലും മുറുമുറുപ്പുണ്ടെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു.
ഷിയെ അധികാരത്തിൽ നിന്നും പടിയിറക്കുന്നുവെന്നതിന് സൂചനകൾ ഇത്രയും പോരാ എന്നാണ് നിരീക്ഷകർ ചോദിക്കുന്നത്. അതേസമയം ഇരുമ്പ് മറയ്ക്കുള്ളിൽ ചൈനയിൽ കാര്യങ്ങളൊന്നും ശുഭമല്ലെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ സാമ്പത്തിക നിലയിൽ ഇടിവുണ്ട്. അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കം കനത്ത സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെച്ചത്. തൊഴിലില്ലായ്മ 15% വർദ്ധിക്കുകയും റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിക്കുകയും ചെയ്തു. സെമി കണ്ടക്ടർ പദ്ധതികളും തകർച്ച നേരിടുന്നു. ദേശീയ കടം $50 ട്രില്യൺ ഉയർന്നുവെന്ന് മാത്രമല്ല, പ്രാദേശിക പ്രതിഷേധങ്ങളും ശക്തമാണ്. ഇതെല്ലാം പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന്റെ ഭരണ പോരായ്മയായാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അധികാരത്തിൽ ഷീ ജിങ് പിങ്ങിന്റെ പിടുത്തം അയയുകയാണ്. അല്ലെങ്കിൽ അധികാരത്തിൽ ശക്തമായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അദ്ദേഹം. അതോ സർവാധികാരിയായ അദ്ദേഹം നിരാശനായി പുറത്തേക്കുള്ള യാത്രയിലാണോ? അനേകം നേതാക്കളെ വെട്ടിനിരത്തി ഉന്നതന്മാരെ മൂലക്കിരുത്തിയ ഷീ ജിങ് പിങ്ങിനെയും കാത്തിരിക്കുന്നത് അതേ വിധിയാണോ എന്നറിയാൻ അധിക ദിവസങ്ങൾ വേണ്ട.